ബ്രോ എങ്ങനെയുണ്ട് എയ്സ്? എയ്സ് നമ്മൾ പ്രതീക്ഷയോ കാര്യങ്ങളൊന്നും വെക്കാതെ വന്നൊരു സിനിമയാണ്. വിജയ് സേതുപതി ആസ് യൂഷ്വൽ എല്ലാ സിനിമകളും ഉള്ളതുപോലെ തന്നെയാണ് ഈ പടത്തിലും ഉള്ളത്. ഈ ഡയറക്ടറിൻ്റെ സിനിമകൾ നോക്കുമ്പോൾ ഒരു വെറൈറ്റി കണ്ടന്റാണ് ഈ ഡയറക്ടർ എല്ലാ തവണയും പിടിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു നല്ല പാട്ട് സൊല്ലുക എന്ന് പറഞ്ഞാൽ വിജയ് സേതുപതി വെച്ചിരിക്കുകയാണ് പടം എടുത്തത്. അതും വേറൊരു രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ്. അതേ മോഡലിൽ തന്നെയാണ് എയ്സും എടുത്തിരിക്കുന്നത്. പക്ഷേ എയ്സി വന്നപ്പോഴത്തേക്കും വേറൊരു രീതിയിൽ വേറൊരു പാറ്റേണാണ് പിടിച്ചിരിക്കുന്നത്. ഒരു എൻ്റർടൈൻമെൻറ്റ് കണ്ടിരിക്കാൻ പറ്റിയൊരു പടം, അല്ലാതെ ഭയങ്കരമായിട്ട് എടുത്ത് പറയാൻ മാത്രമുള്ള ഒന്നുമില്ല. നമുക്ക് ഒരു സ്ട്രെസ് റിലീഫ് അത്രയേ ഉള്ളൂ. സ്ട്രെസ് റിലീഫ് ഒരു പടം, വേറെ ഒന്നും എടുത്ത് പറയാം. പെർഫോമൻസ് വൈസ് ആരാണ് നല്ലത്? പെർഫോമൻസ് വൈസ് ദിവ്യ പിള്ളയാണെങ്കിലും സേതുപതി ആണെങ്കിലും യോഗി ബാബുക്ക് കോമഡിയിൽ വേറെ ലെവലാണ്. എത്രയോ പടങ്ങൾക്ക് ശേഷം യോഗി ബാബു ഒരു ഫുൾ ടൈം കോമഡിയായിട്ട് ഈ പടത്തിൽ വന്നിട്ടുണ്ട്. ചില സീൻസൊക്കെ നമുക്ക് അങ്ങോട്ടും കൊണ്ട് ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യാം. എന്നിരുന്നാലും സേതുപതി അവരുടെ കോംബോ ഒരു രക്ഷയില്ല. ചേട്ടാ ലാഗ് എന്തെങ്കിലും ലേഖോ കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ നമുക്കൊരു ബോറിംഗ് ഒന്നും തോന്നി. തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ കഥയായിട്ട് നോക്കുമ്പോഴത്തേക്ക് ആ സ്ഥിരം ഇതില്ല. പക്ഷേ എടുത്തിരിക്കുന്ന രീതി സ്ക്രീൻ പ്ലേ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡയറക്ടറിൻ്റെ സിനിമകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും വെറൈറ്റി അറ്റംപ്റ്റാണ്. അടുത്ത പടവും തലവൻ തലവിയും സേതുപതി വെച്ചിട്ടാണ് സെയിം ഡയറക്ടറാണ്. അപ്പോൾ ആ ഡയറക്ടർ ചെയ്യുന്ന രീതിയെല്ലാം ഒരു വെറൈറ്റി പാറ്റേജാണ്. അത് മാത്രം കൊള്ളാം. അപ്പോൾ വെച്ചാൽ വേറെ ഒന്നുമല്ല, വിജയ് സേതുപതി ആസ് യൂഷ്വലി കൂടുതൽ പടങ്ങളും നടനായിട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ അഭിനയ പ്രാധാന്യമുള്ള പടങ്ങൾ ചെയ്യുന്നുണ്ട്. അഭിനയ പ്രാധാന്യമുള്ള പടങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടമില്ല, പ്രത്യേകിച്ച് അവർ പ്രശ്നം. കാരണം വിജയ് പോലുള്ള നടന്മാരെയൊക്കെ അവർ നല്ല മൊമെൻ്റെന്നും പൊക്കി വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ. അപ്പം അഭിനയ പ്രാധാന്യമുള്ള നടന്മാർക്ക് വാല്യൂ കുറയും. ഇപ്പോൾ ശിവകാർത്തികനും വിജയ് സേതുപതി ഒരുപോലെ വന്നതാണ്. ശിവകാർത്തികൻ വേറെ ലെവലിലെത്തി. വിജയ് സേതുപതി അഭിനയ പ്രാധാന്യം അങ്ങനെയുള്ള സിനിമകൾ നോക്കി, പിന്നെ സൈഡ് റോൾ അങ്ങനെയുള്ള കുറേ ഇതൊക്കെ നോക്കി പോകുന്നതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ. പക്ഷേ വിജയ് സേതുപതിക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. മഹാരാജ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം ഒരു കിടിലം പടം വന്നു കഴിഞ്ഞാൽ വിജയ് സേതുപതി ഓഡിയൻസ് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല. അതാണ് വിജയ് സേതുപതി ഒരു പ്രത്യേകത അങ്ങനെയാണ്. ഇവിടെ പിന്നെ വലിയ ഷോകളില്ല. ഇന്ന് കണ്ടമാന റിലീസുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ഷോന് നമുക്ക് രാത്രി കിട്ടിയത്. അതിന് ഓഡിയൻസിനോട് എന്താണ് പറയാനുള്ളത്? ഓഡിയൻസിനോട് പറയാനെന്ന് വെച്ചാൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സിനിമകളെല്ലാം കണ്ടന്റ് ക്രിയേറ്റഡ് ആയിട്ടും ഡിറ്റക്റ്റീവ് വെച്ചിട്ട് വേറെ രീതിയിൽ. പക്ഷേ എല്ലാം മറന്ന് കണ്ട് നമ്മളെ മാർക്ക് ആൻ്റണി അതിന് ശേഷം വന്നുള്ള ഈ പടം ഉണ്ടല്ലോ, നമ്മൾ 2014 റിലീസ് മതകജാലകം, സെയിം ആ പാറ്റേണിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ബോറൊന്നും അടിക്കാതെ, കഥയോ കാര്യങ്ങളൊന്നും നോക്കാതെ കണ്ടിരുന്ന് ഫ്രീ ആയിട്ട് കണ്ടുപോകാൻ പറ്റിയൊരു പടം. എങ്ങനെയുണ്ട് എയ്സ്? കുഴപ്പമില്ല ബ്രോ. വിജയ് സേതുപതിയുടെ ഒരു പഴയ ലെവൽ ആക്ടിങ് പോലത്തെ ഒരു പടമായിട്ട് കാണാൻ പറ്റി. പിന്നെ പടത്തിൻ്റെ മേക്ക് ഓവർ എല്ലാം കൊള്ളാം. കുഴപ്പമില്ല, കണ്ടിരിക്കാം. അത് ഒരു വെറൈറ്റി ടൈപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത്. നമ്മൾ പഴയ രീതിയിൽ കാണുന്ന പോലെയല്ല, എന്നാലും കൊള്ളാം. എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അത് കൊള്ളാം. വിജയ് സേതുപതിയുടെ പെർഫോമൻസ് കൊള്ളാം. പിന്നെ യോഗി ബാബുവിൻ്റെ പെർഫോമൻസ് കൊള്ളാം. എല്ലാവരും നൈസായിട്ടുണ്ടായിരുന്നു. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? അതെ, തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് പടം. കൊള്ളാം. അതിന് കോമഡിയൊക്കെ വർക്കായോ? കോമഡി കൊള്ളാം. കുറേ നല്ല രീതിയിൽ കോമഡി ഉണ്ട്. ശേഷം കൊള്ളാം, നല്ല മൂവി തന്നെയാണ്. എടുത്ത് പറയാനായിട്ട് അതിൻ്റെ എൻ്റർടൈൻമെൻ്റ് ആണോ? അത് തന്നെ. പടത്തിൻ്റെ ഒരു മേക്ക് ഓവർ, പടം ചെയ്ത് വെച്ചിരിക്കുന്ന എഡിറ്റിങ് കാര്യങ്ങളെല്ലാം പക്ക നൈസായിട്ടുണ്ടായിരുന്നു. ഓവറോൾ കണ്ടിരിക്കാൻ പറ്റിയ പടമാണോ? കണ്ടിരിക്കുക. ഒരു ലാഗും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ പടം അവസാനം വരെ നമ്മളെ ഇരുത്തി കണ്ട് തൃപ്തിയാക്കി വിടും.